ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. TV പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനു സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ ദിവസവും കർത്താവ് നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്? എനിക്കെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ സാധാരണമല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ വ്യത്യസ്തരാകുന്നു. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതിന് കാരണം അവന് നിങ്ങളോട് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ്റെ വേലയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് നിങ്ങൾ കൊള്ളാകുന്നവരാണെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട്, അവന് നിങ്ങളോട് പ്രിയം തോന്നിയത് കൊണ്ടാണ് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണമായ ചിലത് നിങ്ങളിലുണ്ട്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ആയിരുന്ന നിരാശയിൽ നിന്നും പിൻപോട്ടുള്ള സ്ഥിതികളിൽ നിന്നും കർത്താവ് നിങ്ങളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യു ആർ ചോസൻ. അടുത്തൊരാളോട് പറ, യു ആർ സ്പെഷ്യൽ. അടുത്തൊരാളോട് പറ, യു ആർ ദ ബെസ്റ്റ്. സ്വയം ഒന്ന് പറയാവോ? ഇതാരെങ്കിലും നിങ്ങളോട് പറയണമെന്ന് ഒരിക്കൽ ചിന്തിച്ചിരുന്നതല്ലേ? പക്ഷെ ആരും നിങ്ങളോട് പറഞ്ഞുവിടാത്തത് കാരണം നിങ്ങൾ പറയത്തില്ലേ, ഞാനൊരു ഓർഡിനറി ആണെന്ന്? എന്ന സ്വർഗം പറയുവാ, എനിക്ക് ലോകം നിന്നെ വിളിക്കുന്ന ഓർഡിനറി എന്നല്ലായിരിക്കാം, പക്ഷെ ഞാൻ എന്നെ നോക്കുമ്പോ ഞാൻ നിന്നെ കണ്ടത് സ്പെഷ്യൽ ആയിട്ടാ, ദ ബെസ്റ്റ് ആയിട്ടാ. കൈകളടിച്ചിട്ട് നല്ല ആമേൻ പറ. ശബ്ദമേർത്തിട്ട് ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണെന്ന് ആരെങ്കിലും ഗ്രഹിക്കാൻ തുടങ്ങിയാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. യു ആർ ചോസൺ. യു ആർ ചോസൺ. മറ്റാരിലും കാണാത്ത എന്തോ നിങ്ങളിൽ ദൈവം കണ്ടു. ഒന്നും കൂടെ ഞാൻ പറയാം, മറ്റാരിലും ഇല്ലാത്ത എന്തോ നിങ്ങളിൽ ദൈവം കണ്ടു. മറ്റാരിലും ഇല്ലാത്ത എന്തോ നിങ്ങളിൽ ദൈവം കണ്ടു. എന്റെ കൂടുന്ന കരമുയർത്തിട്ട് പറ, മറ്റാരിലും കാണാത്തതോ എന്നിൽ ദൈവം ചിലത് കണ്ടു. കൂടാണെങ്കിൽ പറ, മറ്റാരിലും ഇല്ലാത്തതോ എന്നിൽ ദൈവം ചിലത് കണ്ടു. ഹല്ലേലൂയ. അതാണ് ആ റേസിനകത്ത് എന്നെയും ആക്കിയത്. യു ആർ ചോസൻ. യു ആർ സെലക്ടഡ്. യു ആർ ചോസൻ. യു ആർ സെലക്ടഡ്. Come on, കൈകളൊന്ന് അടിച്ചുവിട് പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ദ ബെസ്റ്റ് ആണ്. ഞാൻ ദ ബെസ്റ്റ് ആണ്.
പറ, the best ആണ്. ഞാൻ സ്പെഷ്യൽ ആണ്. പറ, ഞാൻ സ്പെഷ്യൽ ആണ്. മറ്റാർക്കും ഇല്ലാത്തത് എന്നിൽ ചിലതുണ്ട്. അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് കാണാൻ കഴിഞ്ഞതാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാര്യം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ ഞാൻ പറയാം, അത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ ദൈവത്തിന് നിന്നെ നോക്കിയപ്പോ ഇവൾ അതിനെ സെലക്റ്റഡ് ആക്കുവാൻ, ഇവൾ അതിനെ പെർഫെക്റ്റ് ആണ് എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ ദൈവം മാറ്റി നിർത്തിയത്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. അടുത്തിരിക്കുന്നവരോട് പറ, that's why God given you the extraordinary spirit. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അവന്റെ എക്സ്ട്രാordinary അസാധാരണമായ ആത്മാവിനെ തന്നത്. ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അങ്ങനെയല്ല, ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യൽ ആണെന്നും ദൈവത്തിന് കൂടെ ഉണ്ടോ, ദൈവത്തിന് എന്നിൽ എന്തോ വ്യത്യാസമായി മറ്റൊരാളിൽ നിന്ന് കൂടുതൽ കണ്ടെന്നും ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് ഞാനെന്നും ദൈവത്തിന്റെ സ്പെഷ്യൽ ആണെന്നും ദൈവത്തിന് തോന്നിയപ്പോ ദൈവം തന്റെ ആത്മാവിനെ എന്റെ അകത്താക്കി വെച്ചിട്ട് പറഞ്ഞു, യു ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരോടുണ്ടോ? അവരോട് പറയാനുള്ളത്, ദൈവം നിന്നെ അംഗീകരിച്ച ദിവസമാണ് ആത്മാവിനെ തന്ന ദിവസം. ജിജോങ്ങോരോ എന്ന് പറഞ്ഞ ഇതിന് നടുവിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ദൈവം എന്ത് ചെയ്യുക? അയാളുടെ നെറ്റിയിൽ ഒരു സീലടിക്കുക. ഇനി മറ്റാർക്കും ഇല്ലാത്തത് ഇവന്റെ മേലുണ്ട്, മറ്റാർക്കും ഇല്ലാത്തത് ഇവന്റെ മേലുണ്ട്. ലോകക്കാർക്ക് കഴിയാത്തത് എന്നാൽ ദൈവത്തിന് മാത്രമുള്ളത്, അതാണ് ഈ സീൽ എന്ന് പറയുന്നത്. ആ സീല് വന്ന ദിവസമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന ദിവസം. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യലിനെ ലോകത്തിന്റെ മുമ്പിൽ സീൽ ചെയ്തിട്ട് വേർതിരിച്ച ദിവസമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു രാമേൻ പറ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയരുത്. അതിന് പകരം ലോകത്തിന്റെ നടുവിൽ എന്നെ സെപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് എനിക്ക് ഒരു സ്പെഷ്യൽ മാർക്ക് തന്നു. പുറമേ അല്ല, അകമേ എനിക്കൊരു സ്പെഷ്യൽ മാർക്ക് തന്നു. എന്റെ കൂടെ എത്തിയോ ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? കർത്താവേ വായ് എന്തിനാ നീ ഒരു സ്പെഷ്യൽ മാർക്ക് തന്നെ? അടുത്ത വാചകം പറയുന്നു കണ്ടോ, അടുത്ത സ്പെഷ്യൽ ദാറ്റ് യു മേ സെറ്റ് ഫോർത്ത് ദ വണ്ടർഫുൾ ഡീഡ്സ്. Hallelujah. You may set forth the wonderful deeds. എന്തിനു വേണ്ടിയാ? അവന്റെ അത്ഭുതപരമായ കാര്യങ്ങളെ നിന്നിലൂടെ പ്രദർശിപ്പിക്കുവാനും നിന്നിലൂടെ കാണിക്കുവാനും. ദൈവം തെരഞ്ഞെടുത്തു, മറ്റാരിലും കാണാതെ ചിലത് നിന്നിൽ കണ്ടു, എന്നിട്ട് അവന്റെ ബെസ്റ്റ് ആക്കി, എന്നിട്ട് അവൻ നിന്റെ ആത്മാവിനെ പകർന്നു. എന്നിട്ട് പറയുക, you may set forth the wonderful deeds. അത്ഭുതപൂർവമായ കാര്യങ്ങൾ നിന്നിലൂടെ ഞാൻ ചെയ്തെടുക്കാൻ പോകുകയാ, നിന്നിലൂടെ ഞാൻ പ്രദർശിപ്പിക്കാൻ പോകുകയാ, നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാ. Are you here? Come on, കൈയടിക്കേ. എന്റെ കൂടെ എത്തിയെങ്കിൽ കൈയടിക്കൂ, ആമേൻ പറ. അടുത്ത വാചകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ? And display the virtues എന്ന് പറഞ്ഞ ഭയങ്കര പറയാൻ പോന്നേ, ശ്രദ്ധിച്ചു കേട്ടോണം. ഡിസ്പ്ലേ ദ വെർച്യൂസ്. വെർച്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വെർച്യൂസ് ഗുഡ്നെസ് അല്ലെങ്കിൽ നന്മകൾ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നന്മകൾ, അത്ഭുതപരമായ കാര്യങ്ങൾ നിന്നിലൂടെ വിളിച്ചു പറയാനും അവന്റെ
നന്മകൾ നിന്നിലൂടെ വെളിപ്പെടുത്തുവാനുമാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോട്ടെ. എല്ലാവരും പറഞ്ഞേ വെർച്യൂസ്. എല്ലാവരും പറ നന്മകൾ. പറ. അവിടെ മലയാളത്തിൽ പറയുന്നത് സൽഗുണങ്ങൾ എന്ന് പറഞ്ഞേ, സൽഗുണങ്ങൾ അല്ലെങ്കിൽ വെർച്യൂസ്. എല്ലാവരും പറഞ്ഞേ വെർച്യൂസ്. ഈ വാചകത്തിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകണമെന്നറിയോ? അത് നേരെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് പോകണം. എന്താണ് വാക്യന്റെ മനോഹാരിത? ഒരിക്കൽ മോശ ചോദിക്കുക ദൈവത്തോട്, ദൈവമേ എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം, നിന്നെ ഒന്ന് കാണണം. ദൈവത്തോട് ചോദിക്കുക, മോശ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറയുവോ, നീ എൻ്റെ പുറകുവശം കാണാൻ പോവാ, എൻ്റെ മഹിമ നീ കാണാൻ പോവുക. എൻ്റെ മഹിമ കാണിക്കണം. അപ്പൊ മോശയ്ക്ക് ദൈവം എന്ത് കാണിച്ചു കൊടുക്കാൻ പോവാ? ഗ്ലോറി കാണിച്ചു കൊടുക്കാൻ പോവാ. പക്ഷെ മലയാളത്തിൽ മഹിമ കാണിച്ചു കൊടുക്കാൻ എഴുതിയിരിക്കുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് മൈ ഗുഡ്നെസ് പാസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ മഹിമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗുഡ്നെസ് ആണ്, വെർച്യു ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞ you are chosen, you are the best, and God gave the extraordinary spirit in you and seal you to show His glory through your life to the world. Yes. എന്ന് പറഞ്ഞ എന്നെ അവന്റെ വെർച്യു കാണിക്കാനാ, അല്ല എങ്കിൽ അവന്റെ ഗുഡ്നെസ് കാണിക്കാനാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ മഹിമ കാണിക്കാനാണ്. Hallelujah. Oh, that means you are special, you are chosen for what? To show His glory through you to the world. Yes. എന്ന് പറഞ്ഞ എന്നിലൂടെ അവന്റെ മഹത്വം ലോകം മുഴുവൻ കാണാൻ ദൈവം തെരഞ്ഞെടുത്ത സ്പെഷ്യലായ ആളാണ് ഞാൻ. Do you think it is beautiful? അവളാ പറയുന്നേ, ഞാൻ സാധാരണക്കാരനാണ്, ഞാനൊന്നുമല്ല, ദൈവമേ എന്നാ എന്നെ നീ രക്ഷിക്കുന്നേ. സ്വർഗം സത്യത്തിൽ കരയുവാ നിങ്ങളെ നോക്കിയിട്ട്. യു ആർ സ്പെഷ്യൽ, യു ആർ എ ചോസൻ റൈസ്, യു ആർ ദ ബെസ്റ്റ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. You have the extraordinary spirit. Hallelujah. Why you have the extraordinary spirit? To show His virtues through you to the world. ലോകം മുഴുവനും അങ്ങയുടെ മഹത്വം നിന്നിലൂടെ കാണിക്കാനാ. കർത്താവിനെ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് പറയാ, എൻ്റെ അടുത്ത വാചകം virtues and perfection of Him എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പെർഫെക്ഷൻ നിന്നിലൂടെ ദൈവത്തിന് കാണിക്കണമെന്ന്, നിന്നിലൂടെ ദൈവത്തിന് പറയണമെന്ന്. ഇതെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എനിക്കറിയത്തില്ല. Do you know what is mean by perfection? Do you think what will be the perfection of God? ദൈവത്തിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? Tell me. ദൈവം പറയുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ അറിയോ? എന്റെ പെർഫെക്ഷൻ നാട്ടിൽ വിളിച്ചു പറയാനും നിന്നിലൂടെ ഒന്ന് കാണിക്കുവാനാണ്. ഓ എന്റെ അപ്പോ ഭയങ്കരമായി പോയി. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഒരു അയ്യാവത്തോ എന്ന് പറയുന്നേ. You are chosen. You are chosen. You are chosen race. You are the best. You are special. Oh, God chosen to show His virtues, His glory through us. Amen. നിന്നിലൂടെ, നിന്റെ വീട്ടിലൂടെയാ ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴാ പറയുന്ന, ബ്രദറെ എന്റെ കാല് മുടന്തിപ്പോയി, എന്തെങ്കിലും ചെയ്യണേ. നിന്നിലൂടെയാ ദൈവത്തിന് അവന്റെ മഹത്വം ഒന്ന് കാണിക്കണ്ടേ.
സത്യത്തിൽ നിന്നിലൂടെയാണ് അവന്റെ മഹത്വം ലോകത്ത് കാണിക്കേണ്ടതിനെ ദൈവം തെരഞ്ഞെടുത്തതെന്ന് നിനക്ക് മനസ്സിലായാൽ നീ ഇരുന്ന് പ്രശ്നം വരുമ്പോ കാലിന്റെ മേൽ കാല് കയറ്റി വെച്ചിട്ട് പറയും, പിശാചെ ഒന്ന് മോദി നോക്കടാ, അപ്പോഴേ നിനക്ക് എന്നെ ആരാന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന് നീ പറഞ്ഞേനെ. നീ പറഞ്ഞേനെ. നീ കൊണ്ടുപോകുന്നത് മാക്സിമം മരണം വരെയാ, പക്ഷെ അതുപോലും ഗ്ലോറിക്കായി പോകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയോ? മനസ്സിലാകുന്നോ? അതുകൊണ്ടാ യേശു ശിഷ്യന്മാരോട് പറഞ്ഞേ, ഈ രോഗം മരണത്തിനല്ല മഹത്വത്തിനാണ്. നീ അങ്ങേയറ്റം കൊണ്ടുപോയാലും ഗ്ലോറിയെ വെളിപ്പെടുത്തുള്ളൂ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്റെ ഏത് പ്രശ്നവും ഗ്ലോറിക്കായിട്ടുള്ളതാ. കൈയടിച്ചില്ല. നിന്റെ മോന്റെ പ്രശ്നമാകട്ടെ, നിന്റെ മോളുടെ പ്രശ്നമാകട്ടെ, അത് വെള്ളപ്പാണ്ടാകട്ടെ, അത് രോഗങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, it is for the glory, because you are chosen for glory. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും മഹത്വത്തിനായിട്ടുള്ളതാ. അങ്ങനെയാണ് പ്രിയ സിസ്റ്ററെ, ആ വീട് മുഴുവൻ ആർക്കുള്ളതാ? കൈയടിക്കാൻ കുറെ നടന്നതല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരിക്കൽ ആളുകൾ പറയും, ആ കൈയടിച്ചതിന്റെ ഗുണമാ കാണുന്നതെന്ന്. It is for the glory. ചന്ദ്രൻ ബ്രദറെ, അതാ ദൈവത്തിന് മഹത്വത്തിനാ. ഇവൻ ഇറങ്ങിയിട്ട് എന്തോ ഉണ്ടായെന്ന് ചോദിക്കുന്നവർക്ക് ദൈവം പറയും, it is for the glory. ദൈവത്തിനായി ഇറങ്ങിയിട്ട് ഒരാളും തല കുനിഞ്ഞു നിൽക്കാൻ എന്റെ അപ്പൻ ഇതുവരെ വിട്ടിട്ടില്ല. It is for the glory. It is for the virtue. It is for the glory. അവനെ ഒന്ന് നിന്നിലൂടെ കാണിക്കാൻ വേണ്ടിയാ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നേ. അവന്റെ മഹത്വം ഒന്ന് നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നേ. പിന്നെ എവിടാ നീ താഴുവെന്ന് പറയുന്നേ? നീ എവിടാ തകരുമെന്ന് പറയുന്നേ? തകർച്ചയാ ബ്രദറെ, വേഴ്ചവാ. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്. അത് താഴെയാ. നിങ്ങൾ പറയേണ്ടത്, പ്രശ്ന നടുവിൽ പറയണം, ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, അവന്റെ മഹത്വം കാണിക്കേണ്ടതിന്, അവന്റെ പെർഫെക്ഷൻ കാണിക്കേണ്ടതിന്, അവന്റെ വണ്ടർഫുൾ ഡീഡ്സ് കാണിക്കേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഞാനെങ്കിൽ ഈ പ്രശ്നം എന്നെ കൊണ്ടുപോകുവോ അതോ ഈ പ്രശ്നത്തെ ഞാൻ വിഴുങ്ങുവോ? അവന്റെ നാമം ഉയർത്താൻ. അവന്റെ രണ്ട് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് കാണിക്കുക എന്നുള്ള വാക്കുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വണ്ടർഫുൾ ഡീഡ്സിനെ പ്രഘോഷിക്കാനാ. പ്രഘോഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥവും എനിക്കില്ലാത്തത് ഞാൻ എങ്ങനെയാ പറയുന്നേ? You are chosen to proclaim. ഞാൻ അവന്റെ വണ്ടർഫുൾ ഡീഡ്സ് പറയാൻ പോകുന്നു, അവന്റെ പെർഫെക്ഷൻ പറയാൻ പോകുന്നു, അവന്റെ വെർച്യു പറയാൻ പോകുന്നു, അത് അവന്റെ ഗ്ലോറി പറയാൻ പോകുന്നു, അത് എന്നിലൂടെ മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. You are chosen to show his glory into this world. ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നത്? കർത്താവ് തൻ്റെ മക്കളിലൂടെയാണ് അത് വെളിപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവൻ്റെ മഹത്വത്തെ അനേകർ കാണുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായി. ആ നല്ല ദൈവത്തെ ഓർത്തൊന്ന് സന്തോഷിച്ചാട്ടെ, കർത്താവിനെ ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്റർ, ഈ അമ്മയുടെ പേര് രാജമ്മ എന്നാണ്. അമ്മ വരുന്നത് ഉറുകുന്ന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ അമ്മയ്ക്ക് ദൈവം ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ച്, അമ്മയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. അമ്മയുടെ പേര് രാജമ്മ എന്നാണ്, ഉറുകുന്നാണ് വരുന്നത്. ഈ അമ്മ പറയുന്നത്, അമ്മയ്ക്ക് 2.5 വർഷത്തോളമായി അമ്മയുടെ ഇടത് സൈഡിന്റെ ഇടുപ്പ് മുതൽ പാദം വരെ അതിശക്തമായ വേദനയാണ്. അതായത് അമ്മ പറയുന്നത് ആ പാദത്തിന്റെ അടിയിൽ എന്തോ വലിഞ്ഞു മുറുകുന്ന പോലെ ശക്തമായ വേദനയാണ്. അമ്മ പറയുന്നത് അതിവേദനയാണ്, അമ്മയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചു, മരുന്നുകൾ കഴിച്ചു, പിന്നെ ആയുർവേദപരമായ എല്ലാ മരുന്നുകളും കഴിച്ചു. അമ്മ പറയുന്നത് വേദന വരുമ്പോൾ അമ്മ പറഞ്ഞ തൈലം മുക്കി എപ്പോഴും തേച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഇത് വേദന വരുമ്പോഴേ ഞാൻ നിന്ന് പോകും, നടന്ന് യാത്ര പോയാലും അവിടെ നിന്ന് പോകും, എന്നിട്ട് വിളിച്ചു പോവും. അപ്പം എനിക്ക് അങ്ങനെയായി. സങ്കടം കൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എനിക്ക് വല്ല പറഞ്ഞാട്ടെ. അമ്മ പറയുന്നത്
അമ്മ പറയുന്ന അമ്മയ്ക്ക് ഇത് ഭയങ്കര വേദന കൂടിയപ്പോൾ അമ്മ പറഞ്ഞു, കർത്താവേ ഇതെനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളൊരു ഭയം വരെ അമ്മയ്ക്ക് വന്നു. എന്നാൽ ഈ അമ്മ പറയുന്നത്, അമ്മ ഈ ചർച്ചിൽ വരുന്ന സമയത്ത് നമ്മുടെ ചർച്ചിലൊരു പ്രെയർ റിക്വസ്റ്റ് എഴുതി കൊടുത്തു. എന്നിട്ട് അമ്മ മോളുടെ വീട്ടിലെങ്ങാണ്ട് ദൂരെ സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അമ്മ പറഞ്ഞു അവിടെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ആ വേദനയില്ല. ഈ അമ്മ പറയുന്ന പിന്നെ എനിക്ക് അങ്ങനൊരു വേദന വന്നിട്ടേ ഇല്ല. അമ്മയെ കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. ഇതിപ്പോ സൗഖ്യമായിട്ട് എത്ര നാളായി അമ്മേ? നന്ദി എൻ്റെ എത്ര നാളായി ഇതിപ്പോ സൗഖ്യമായിട്ട്? എത്ര നാളായി? സൗഖ്യമായിട്ട് ഇപ്പോൾ 1.5 മാസമായി സൗഖ്യമായിട്ട്. 1.5 മാസം മുമ്പാണ് ഇവിടെ പ്രേയറിന് എഴുതി കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ആ അമ്മയുടെ മേൽ അസൗഖ്യം വന്നു. പിന്നെ ഇന്ന് വരെ ആ മിന്നലോ വേദനയോ എനിക്ക് വന്നിട്ടില്ല. 2.5 വർഷത്തോളം ഇത് ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതെ, 2 വർഷത്തിൽ കൂടുതലായി എനിക്കിത് വന്നിട്ടേ. അമ്മ പറയുന്നത് 2.5 വർഷത്തോളം എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. നടന്നു പോകുമ്പോൾ വേദന വന്ന് പിന്നെ ഒരടി മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല, അവിടെ നിന്ന് വിളിച്ചു കൂവും, അത്രയും പ്രയാസമായിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് വന്ന് അമ്മ പ്രെയർ റിക്വസ്റ്റ് എഴുതി കൊടുത്തു. അമ്മ പറയുന്നത് ഇപ്പോൾ അങ്ങനെ കാര്യമേ ഇല്ല, അതികഠിനമായി വേദന മാറിപ്പോയെന്നാ പറയുന്നത്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയാം. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ബ്രദറിൻ്റെ പേര് ശലോമോൻ. ബ്രദർ വരുന്നത് കൊമ്പേറ്റുമലയിൽ നിന്നാണ്. ബ്രദർ പറയുന്നത് കഴിഞ്ഞ ദിവസം ബ്രദർ പുനലൂരോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബ്രദറിൻ്റെ വാഹനത്തിനകത്ത് ഒരു വലിയ ലോറി വന്ന് ഇടിച്ചു. വാഹനം മറിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രദറിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ആ വാഹനത്തിന് വളരെയധികം പരിക്കുകൾ ഏറ്റു. പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം തൻ്റെ ജീവിതത്തെ രക്ഷിച്ചു എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുന്നത്. നിങ്ങൾ ആരെങ്കിലും വണ്ടി കണ്ടായിരുന്നോ? വണ്ടി ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു ഫോട്ടോയില്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി കിടക്കുവോ? എങ്ങനെയാണ് ഇതിനകത്ത് ഇരിക്കുന്നയാൾക്കൊരു പോർന്നുമില്ല, ഒന്നുമില്ല. ഭയങ്കരമായിട്ടോ കർത്താവിന്റെ കരുതലാണ്. കർത്താവ് ചെയ്ത് നമുക്ക് നന്ദി പറയാം. സന്തോഷം. ന്യൂ ഇയർ സർവീസ് 2025 ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗുകളിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471661666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അത് വർണ്ണിപ്പാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കുന്ന അനേകരിലും ആ സൗഖ്യത്തെ പകരുവാൻ കർത്താവിന് ഹിതമാണ്. അത് എന്നിലൂടെയാണ് കർത്താവ് അത് ചെയ്യുന്നത്, നിങ്ങളിലൂടെയാണ് കർത്താവ് അത് ചെയ്യുന്നത്. നിങ്ങൾ ഒരാളോട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ചലിക്കുവാനിടയാകാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. വിശ്വാസത്തോടെ പ്രയാസമുള്ളവർ ആ പ്രയാസമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കണം. അപ്പാ, സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്ന ചിലർ, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, ഒരു കാര്യവും ഒത്തുവരുന്നില്ല എന്ന് പറയുന്ന ചില വീടുകളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ചില കാര്യങ്ങൾ കർത്താവ് അതിന്മേൽ പൂർണ്ണമായൊരു വിടുതലിനെ തരികയാണ്. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ ശ്രേഷ്ഠ കരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബങ്ങളിൽ ആ ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിൽ ആ ദൈവശക്തി ചലിക്കട്ടെ അപ്പാ. എന്നെ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ കാലുകളിൽ വേരിക്കോസിൻ്റെ പ്രയാസമായിട്ട് നാളുകളായി കാല് കഴപ്പാണ്, കാല് കഴയ്ക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ
കർത്താവെ അനുഭവത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചാട്ടേപ്പാ, ആ അനുഭവത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചാട്ടേപ്പാ. കർത്താവെ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ അതേപോലെ തന്നെ മൈഗ്രെയിനാൽ ഭാരപ്പെടുന്ന ഒരു 25 വയസ്സോളം പ്രായമുള്ള ഒരു മകളെ കാണിക്കുകയാണ്. കർത്താവിൻ്റെ കരം ആ വ്യക്തിയെ തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് കുഴിഞ്ഞു പോകുന്നത് പോലെ തലവേദനയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അത് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പം അവിടുന്ന് ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകട്ടെ അപ്പ, ദൈവത്തിൻ്റെ കർത്താവെ കൃപ ചലിക്കട്ടെ അപ്പ, ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ അപ്പ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ഓരോ ദിവസവും ആശ്രയിച്ചാട്ടെ, അവൻ്റെ നിറവിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.